ഹായ്. അതെ, ഇന്നൊന്ന് പെരുമ്പാവൂർ വരെ അങ്ങ് പോന്ന് വെച്ചു. പോരുണ്ടെങ്കിൽ പോരെ, കാഴ്ചയെ കണ്ട് പോവാ. ചുമ്മാ പറഞ്ഞാട്ടാ, ഒന്ന് കറങ്ങാൻ പോണേ. ബാ പോരി. നിങ്ങളൊക്കെ പോരാൻ നിൽക്കുന്നതാണാ? ചെറുക്കൻ്റെ സൈക്കിളിലോട്ട് കയറുന്ന കയറ്റം കണ്ടാ? അച്ഛേ കായ്ത്തിറങ്ങിയേ, ഇവിടെ നിങ്ങൾ പോവരുതട്ടാ. ഇന്ന് പോയിട്ട് വരാട്ടാ. സങ്കടമായിട്ടിരിക്കണ പാവം. പോട്ടെ. അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോണേ കേട്ടോ. മഴ പെയ്യോ എന്നുള്ള ഡൗട്ടിലാണ് ബസ്സിൽ പോകുന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത്. ഇതാണ് നമ്മുടെ അവിടെയുള്ള കുരിശ്. നല്ല റോഡായിട്ടോ. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിറ്റക്സ് ഗാർമെൻസിൻ്റെ അവിടെ എത്തും. റോഡൊക്കെ അടിപൊളി സെറ്റാക്കി. നേരത്തെയൊക്കെ മീൻ വളർത്താൻ കുളം പോലെ ഇറന്നൊക്കെ കിടന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകാശമൊക്കെ നല്ല തെളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം പോണ വഴിക്ക് എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. നമ്മുടെ കമ്പനി അടുത്തെത്തി കേട്ടോ. ഇതാണ് കിറ്റക്സ് ഗാർമെൻറ്റ്സ്. കണ്ടോ? നിങ്ങളാരെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ? ഇതാട്ടോ പറഞ്ഞ ഗാർമെൻറ്റ്സ്. നല്ല റോഡല്ലേ? മതിലൊക്കെ കണ്ടോ? സൂപ്പറാ. റോഡൊക്കെ ഒരുപാട് നന്നാക്കിയപ്പോൾ നല്ല സ്പീഡിനൊക്കെ പോകാം. നേരത്തെ ഇതിലൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ പൊന്നെ, നടു ഒടിഞ്ഞും താവിടും ഒടിയാവുന്നു. ഇപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പുറ സൈഡിലൊക്കെ. ഇവിടെ നേരെ അങ്ങോട്ട് പോണത് ചൂരക്കോട്. ഇതാണ് കേട്ടോ മറ്റേ കമ്പനിയിലത്തെ ആൾക്കാരുടെ പാർക്കിംഗ് ഏരിയ. കണ്ടോ? കമ്പനി ഉണ്ടോ? ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. ഇനി കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരക്കോട് പള്ളിയാണ് നമ്മൾ കാണാൻ പോണത്. കണ്ടോ? യാക്കോബ് എനിക്ക് പറയാനറിയില്ല പള്ളി. ഇനി കണ്ട നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ റോഡൊക്കെ സൂപ്പറാക്കി. മാത്രമല്ല ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് ജിമ്മ് അതുപോലെ കടകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തും കേട്ടോ. ഇതാണ് ഭണ്ണാരക്കവല. ഇത് ബസ് കിട്ടി. ബസ്സിലെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനവിടെ സ്കൂട്ടി ബൈക്കിലും അപ്പം തന്നെ ഒരു ബസ് ഓടിച്ചാടി നമ്മൾ കയറി. അത് കാരണം ബസ് വരുന്നതും അതിനകത്ത് കയറുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ നിന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടക്ടർ ഓടിച്ചേനെ. ഇത് നേരെ പോണത് ചേലക്കോളത്തോട്ടാട്ടോ. കണ്ട ഞങ്ങളുടെ നാട്. ബസ്സിലൊക്കെ എന്തോ അധികം ആൾക്കാരൊന്നുമില്ല. എന്താണോ മറ്റേ പ്രിയദർശിനിയുടെ എഫക്റ്റ് ആണോ എന്തോ. ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളങ്ങനെ ഇരിക്കുകയാണ് കാഴ്ചയും കണ്ടുകൊണ്ട്. നല്ല വെയിലായിരുന്നു. എപ്പോൾ തോന്നി സ്കൂട്ടി എടുക്കാമെന്ന്. എപ്പോൾ തോന്നി വേണ്ട, ബസ്സിൽ പോണത് വേറൊരു സുഖമാണ്. പാട്ടൊക്കെ ഇട്ട്. ടൂ വീലറിൽ പോണൊരു സുഖമല്ല. അങ്ങ് ഇരുന്ന് കൊടുത്താൽ പോരെ, പാട്ടും കേട്ട് അങ്ങ് പോയാൽ പോരെ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഇത് വെങ്ങോലേക്കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് നിങ്ങളുടെയൊക്കെ അവിടെ വെയിലായിരുന്നോ? രാവിലെ ഒരു മഴ പെയ്ത ശേഷം പിന്നെ വെയിലായിരുന്നു. ഇത് ഓണംകുളം കേട്ടോ. ഫ്ലക്സ് മറ്റേ കട്ടൗട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാണോ ഇത്തവണ കപ്പ് നേടാൻ പോണത്? അർജൻറ്റീന കൊണ്ടുപോകുമോ? പെരുമ്പാവൂർ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ തടി വ്യവസായവും പ്ലൈവുഡിൻ്റെ വ്യവസായമൊക്കെ ഉള്ളതെന്നാണ് പറയണത്. ഇത് അവിടുത്തെ ഓഡിറ്റോറിയം, പള്ളി. ഇങ്ങനെ ഇതാണ് പെരുമ്പാവൂരിലോട്ട് പോകണ ഓരോ ഇതും. പ്ലൈവുഡിൻ്റെയൊക്കെ കമ്പനിയായിട്ടേ കാണുന്നത്. കണ്ടോ? അടുപ്പിച്ചടുപ്പിച്ച് കണ്ടോ? ഒരുപാട് വ്യവസായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പെരുമ്പാവൂരിൽ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട്. ഇവിടെയാണ് ഈ ഭായിമാരൊക്കെ പണിയെടുക്കുന്നതും ഒക്കെ. ഇപ്പം എന്തോ വർക്കിംഗ് സമയം ആയതുകൊണ്ട് അധികം ആൾക്കാരെ കാണുന്നില്ല പുറത്തേക്ക്. ഒരു 5 മണിയൊക്കെ ആവുമ്പോൾ എൻ്റെ പൊന്നൊന്നും പറയണ്ട, മിനി ഒരു എന്താ പറയുക ഉത്തരേന്ത്യ കണക്കായിരിക്കും പെരുമ്പാവൂരൊക്കെ. അതേ പെരുമ്പാവൂരെത്തി. നമ്മുടെ പാലക്കാട്ട് താഴം വാത്യാത്ത ആശുപത്രിയുടെ അടുത്തെത്തി കേട്ടോ. അവിടെയുള്ള ആ പാലം കയറണേ കാണണം. അവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഇത് പെരുമ്പാവൂർ ചന്തയാണേ, മാർക്കറ്റ് കണ്ടാ. മാർക്കറ്റും അനുബന്ധ അതുപോലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല വെയിൽ. ഇത് കണ്ടോ? ആ പാടത്തോടുള്ളൊരു തോടൊക്കെയാണിത്. തോടൊന്നും കാണാൻ പറ്റില്ല അധികം, എന്നാലും
കറക്റ്റ് പെരുമ്പാറിൻ്റെ സ്ഥലത്തെത്തി. കണ്ടോ, ആ താഴെ കാണുന്നത് പ്ലൈവുഡിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബസ് കയറി പോകണത് എന്തിനാണെന്നറിയാവോ? പറയാം. സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞിട്ടോ, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ EVM തിയേറ്റർ, സിനിമ തിയേറ്റർ. കണ്ടോ, എന്തോ പടം ഉണ്ട് അവിടെ, തുടങ്ങിയിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ആൾക്കാരൊക്കെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. നേരെ നമ്മൾ ചെല്ലാൻ പോണത് പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കാണേ. കണ്ടോ, എന്തോരോ ബസ്സുകളാണ്, എങ്ങടേക്കാണ് പോണത്. ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കോതമംഗലത്തും ആൽവയ്ക്കും പെരുമ്പാവൂരിൽ നിന്ന് പിന്നെ പല സ്ഥലത്തേക്കും. ഈ സൈഡൊക്കെ കോതമംഗലത്തുള്ള ഇടത് സൈഡിൽ കോതമംഗലത്തേക്ക് പോണ ബസ്സുകളാണേ, വലത് സൈഡ് അങ്ങനെയൊക്കെ. അങ്ങനെ ഇപ്പം നമ്മൾ ബസ് ഇറങ്ങി നേരെ നടക്കുക. നടന്ന് നമ്മൾ MC റോഡിൻ്റെ അവിടെ ചാടി. ഗേൾസ് സ്കൂള്, സാൻജോ ആശുപത്രി അങ്ങനെയുള്ളത്. അപ്പോൾ ഞാനൊരു കടയിൽ കയറി, ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ കുടുംബത്തിലൊരു കൊച്ച് ഋതുമതിയായി. അപ്പോൾ നാളെ അതിനെന്തെങ്കിലും കൊടുക്കണം, നാളെയാണ്. അപ്പോൾ അതിന് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഓർത്ത് പോയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് പോന്നു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീണ്ടും പെരുമ്പാവൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി നമ്മൾ പോവുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.